ബർക്കത്ത് എന്നത്. ബർക്കത്ത് എന്നതിന് സുബൂത്തുൽ ഖൈറിൽ ഇലാഹിയ്യ എന്നതാണ് ഉലമാക്കൾ ഇതിന് തഅരീഫ് അതിന് നിർവചനം നൽകിയത്. അല്ലാഹ് നൽകപ്പെട്ട ഏതൊരു നിഅമത്തിലും ഇലാഹിയായ ഒരു നന്മയുണ്ടാവുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ബർക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇലാഹിയായ ഒരു വിജയം ഉണ്ടാവുക എന്നതാണ്. ബർക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇലാഹിയായ ഒരു വർധനവുണ്ടാവുക എന്നതാണ്. ബർക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇലാഹിയായ ഒരു ഉപകാരം ഉണ്ടാവുക എന്നതാണ്. ഇലാഹിയായ ഒരു തസ്കിയത്തും ഒരു തത്ഹീറും തൻ്റെ എല്ലാറ്റിലും ഉണ്ടാവുക എന്നതാണ് ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബർക്കത്ത് ലഭിക്കാൻ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നു. വെറും കേവലം ഒരു വാക്കുകളായിട്ടല്ല പറയുന്നത്. അവർ പറയുന്ന ഓരോ കാര്യത്തിനും പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകൾ അവർ ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ഉദ്ധരിക്കാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ഒന്നാമത് തഖ്വയാണ്. ജീവിതത്തിൽ തഖ്വയുള്ള ഒരു ജീവിതമാണെങ്കിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും. മറ്റൊന്ന് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ജീവിതത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കേ ബർക്കത്തുണ്ടാവുകയുള്ളൂ. മറ്റൊന്ന് സിലത്തുർ റഹ്ം, കുടുംബബന്ധം പുലർത്തുകയാണ്. കുടുംബബന്ധം പുലർത്താത്തവർക്ക് ബർക്കത്തുണ്ടാവുകയില്ല ജീവിതത്തിൽ. മറ്റൊന്ന് ബിർറുൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുകയാണ്. മാതാപിതാക്കളെ പരിചരിക്കുക, അവരുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുക. ഇത് ബർക്കത്ത് ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് കസ്ബുൽ ഹലാൽ, ഹലാലായ ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഹലാലല്ലാത്ത ജോലി ചെയ്താൽ എത്ര ജോലി ചെയ്താലും എത്ര ശമ്പളം കിട്ടിയാലും അവിടെ ബർക്കത്ത് ലഭിക്കുകയില്ല. അസ്സിദ്ഖു ഫിൽ ബൈഇ വൽ അമാന, മറ്റൊരു കാര്യമാണ് തൻ്റെ ബിസിനസ് രംഗത്ത്, തൻ്റെ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തണം. അതുപോലെ അമാനത്തിൽ സത്യസന്ധത പുലർത്തണം. അമാനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഏൽപ്പിക്കപ്പെട്ട, തന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു കാര്യം, അത് സാമ്പത്തികമാകാം അല്ലാത്തതാകാം, എല്ലാറ്റിലും സത്യസന്ധതയുണ്ടോ അയാൾക്ക് ബർക്കത്തുണ്ടാകും. നേരെ വിപരീതമാണോ ബർക്കത്തുണ്ടാവുകയില്ല. മറ്റൊരു കാര്യമാണ് അൽ ബുക്കൂർ ഫി ത്വലബി റിസ്ഖി, ഭക്ഷണം ഉപജീവനം തേടിയിട്ടുള്ള ജോലികള് അത് രാവിലെ തന്നെ പുറപ്പെടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദുആഉ വശുക്ർ, മറ്റൊന്ന് ബർക്കത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. വേറൊരു കാര്യം അശ്ശുക്ർ, അല്ലാഹു തആല നൽകിയ നിഅമത്തിന് നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ റഹ്മത്ത് എന്ന് പറയുന്നത് അല്പമെങ്കിലും എല്ലാ സൃഷ്ടികളിലും അല്ലാഹു തആല സന്നിവേശിപ്പിച്ചൊരു കാര്യമാണത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ, എൻ്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളിലുമുണ്ട് എന്ന്. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, അത് മുത്തഖീങ്ങൾക്ക് പ്രത്യേകമായി നാം രേഖപ്പെടുത്തി കൊടുക്കും. എല്ലാ വസ്തുക്കളിലും റഹ്മത്തുണ്ട്, പക്ഷേ മുത്തഖീങ്ങൾക്ക് പ്രത്യേകം അല്ലാഹു തആല അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം അള്ളാഹുവിന് 99 പേരുകൾ. ആ 99 പേരിൽപ്പെട്ടതാണ് അർ റഹ്മാൻ അർ റഹീം, പരമകാരുണികൻ കരുണാനിധി എന്നുള്ള ആ നാമം. കുല്ലു അംരിൻ ലം യുബ്ദഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഹുവ അബ്തർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ പവിത്രമായ നാമം കൊണ്ട് നിങ്ങൾ ആരംഭിക്കണം, അല്ലെങ്കിൽ വഹുവ അബ്തറുൻ, അതിൽ ബർക്കത്തില്ലാത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു കാര്യം. അത് ബിസ്മി ഇല്ലാതെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ, അത് തുടങ്ങിയതെങ്കിൽ അത് ബർക്കത്തുണ്ടാവുക ഇല്ല എന്ന് റസൂലിന്റെ വാക്കാണ്. നിങ്ങൾ നോക്കിയ കാരുണ്യത്തിന്റെ 99 അംശം അള്ളാഹു അവന്റെ പക്കൽ തന്നെ പിടിച്ചു നിർത്തിയ 99% അള്ളാഹു തആല തന്നെയാണ് അത് കൈവശം വെച്ചിട്ടുള്ളത്. അതിൽ 1% മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. എന്നിട്ട് ഈ ഭൂമിയിലേക്ക് 1% ഇറക്കിയതാണ് ലോകത്തുള്ള എല്ലാ
ജീവജാലങ്ങളും പങ്കിട്ടെടുത്തത്. റസൂല് പറയുന്നുണ്ട്, ഒരു തള്ളപ്പക്ഷി അതിൻ്റെ കുട്ടികളെ അതിൻ്റെ ശത്രുക്കൾക്കിടയിൽ നിന്ന് അതിനെ തള്ളപ്പക്ഷിയെ കുഞ്ഞു പക്ഷികളെ പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റു പക്ഷികൾ വരുമ്പോൾ സ്നേഹം കൊണ്ട് തൻ്റെ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെക്കുന്നതും അതും ഒരു കാരുണ്യമാണ്. അതുവരെ ലോകത്തുള്ള എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുള്ള കാരുണ്യം എല്ലാം തന്നെ ഒന്ന് പങ്കിട്ടെടുത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അപ്പോൾ അല്ലാഹു തആലാന്റെ കാരുണ്യം എത്രയാണ്! ആ കാരുണ്യം അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട അല്ലാഹു തആല പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിലുള്ളതിനോടെല്ലാം കരുണ കാണിക്കണം, എങ്കിൽ യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന്. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കരുണയുള്ളവരായി കൊണ്ട് ജീവിക്കണം. ഈ ചൂടുള്ള സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ജീവികൾ വെള്ളത്തിനൊക്കെ പ്രയാസപ്പെടുന്നതുണ്ടാകാം. സംസാരിക്കാൻ ഒരു തുള്ളി വെള്ളം വേണമെന്ന് പറയാൻ കഴിവില്ലാത്തവരാണവർ. അതിനൊക്കെ വെള്ളങ്ങളൊക്കെ വെച്ച് നമ്മളത് കാരുണ്യമുള്ളവരായി, ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്, ജീവിതത്തിൽ നിഖില മേഖലകളിലും കാരുണ്യമുള്ളവരായി ജീവിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നൽകിയ നിഅമത്ത് നമ്മൾ പറഞ്ഞു, അത് അള്ളാഹു തആല ചോദ്യം ചെയ്യപ്പെടുമെന്ന്. അതോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആ നിഅമത്തുകളെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മ വേണം. അള്ളാഹു നൽകിയ നിഅമത്തുകൾ നമുക്ക് ഓർമ്മയുണ്ടാകണം. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുന്നുണ്ട്, വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ നിഅമത്തുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഓർമ്മ വേണേ എന്ന് അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലായ മൂസാ നബി തന്റെ ജനതയോട് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഇത് ജഅലഫീകും അംബിയാ വജഅലകും മുലൂക വആതാകും മാ ലം യുതി അഹദൻ മിനൽ ആലമീൻ. ഇത് ജഅലഫീകും അംബിയാ, ബനൂ ഇസ്രായേലരോട് അല്ലാഹു പറയുന്നത്, നിങ്ങളിൽ അംബിയാക്കന്മാരുണ്ട്, അതൊരു നിഅമത്താണ്, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. നിങ്ങളിൽ രാജാക്കന്മാരുണ്ട്, അത് അല്ലാഹു നൽകിയ നിഅമത്താണ്, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ലോകത്ത് ഒരാൾക്കുമില്ലാത്ത നിഅമത്തുകൾ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇത് ബനൂ ഇസ്രായേലരോട് പറയുമ്പോൾ ഇത് നേരെ നമ്മളിലേക്കൊന്ന് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ ഒരുപാട് നിഅമത്തുകൾ, അത് നമുക്ക് ഓർമ്മ വേണമേ എന്നാണ് അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. മാത്രവുമല്ല,